മഴ പെയ്യുന്ന ഒരു പ്രഭാതം. നഗരത്തിന്റെ തിരക്കിനിടയിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു നന്ദിത. കയ്യിലൊരു ഫയൽ. ഇന്ന് അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം, ഒരു ഇന്റർവ്യൂ. പക്ഷേ മഴ അവളെ അല്പം ആശങ്കയിലാക്കി. ഇന്നെന്തിനീ മഴ, അവൾ സ്വയം പറഞ്ഞു. അപ്പോൾ അവളുടെ മുന്നിലൊരു കുട നീട്ടിയ ഒരാൾ. നനയണ്ടേ, ഷെയർ ചെയ്യാമോ? നന്ദിത തല ഉയർത്തി നോക്കി. അതാദിലായിരുന്നു. ഒരു സാധാരണ യുവാവ്, പക്ഷെ മുഖത്ത് ആത്മവിശ്വാസമുള്ള പുഞ്ചിരി. താങ്ക്സ്, അവൾ പറഞ്ഞു. അവർ ഒരേ കുടയുടെ കീഴിൽ നിന്നു. ഇന്റർവ്യൂ ആണോ? ആദിൽ ചോദിച്ചു. അതെ, എന്റെ ഫസ്റ്റ് ജോബ്, അവൾ പറഞ്ഞു. ബെസ്റ്റ് ഓഫ് ലക്ക്, നീ നേടും, അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ആ വാക്കുകൾ അവൾക്ക് ധൈര്യം നൽകി. ബസ് വന്നു. അവരൊരുമിച്ച് കയറി. സംഭാഷണം തുടർന്നു. നിനക്കെന്താണിഷ്ടം? ആദിൽ ചോദിച്ചു. മഴ, പക്ഷെ ഇങ്ങനെ ടെൻഷനുള്ള ദിവസങ്ങളിലല്ല, അവൾ ചിരിച്ചു. ഇനി ഈ മഴ ലക്കിയാവും, അവൻ പറഞ്ഞു. ആ ദിവസം നന്ദിത ഇന്റർവ്യൂ ക്ലിയർ ചെയ്തു. അവൾ സന്തോഷത്തോടെ പുറത്തേക്ക് വന്നു. പക്ഷെ അവൾക്കൊരാളെ തിരയാനായിരുന്നു, ആദില്. പക്ഷെ അവനവിടെ ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ കടന്നു. നന്ദിത തന്റെ ജോലി തുടങ്ങി. പക്ഷെ ഓരോ മഴയിലും അവൾ ആ ദിനത്തെ ഓർത്തു. ഒരു ദിവസം ഓഫീസിൽ പുതിയൊരു എംപ്ലോയി ജോയിൻ ചെയ്തു. ഹായ്, ഞാൻ ആദിൽ. നന്ദിത അത്ഭുതപ്പെട്ടു. നീ? അവൻ ചിരിച്ചു. മഴ ലക്കിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൾക്കും ചിരി വന്നു. അവിടെ നിന്നാണ് അവരുടെ സൗഹൃദം വീണ്ടും ആരംഭിച്ചത്. ഓഫീസിലെ ചെറിയ സംഭാഷണങ്ങൾ, കോഫി ബ്രേക്സ്, ലഞ്ച് സമയം എല്ലാം അവരുടെ ബന്ധം ശക്തമാക്കി. നിനക്കിപ്പോഴും മഴ ഇഷ്ടമാണോ? ആദിൽ ചോദിച്ചു. ഇപ്പോൾ കൂടുതൽ, നന്ദിത പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം അത് നിന്നെ ഓർമ്മിപ്പിക്കുന്നു, അവൾ പറഞ്ഞു. ആദിലിന്റെ ഹൃദയം നിറഞ്ഞു. ഒരു ദിവസം മഴ പെയ്യുന്ന വൈകുന്നേരം ഓഫീസിന്റെ ടെറസിൽ നിന്നുകൊണ്ട് ആദിൽ പറഞ്ഞു. നന്ദിത, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൾ നിശബ്ദയായി. മഴത്തുള്ളികൾ അവളുടെ മുഖത്ത് വീണു. നമ്മുടെ കഥ ഒരു മഴത്തുള്ളിയിൽ തുടങ്ങിയതാണ്. അത് പ്രണയമായി മാറുമോ? അവൾ ചോദിച്ചു. ആദിൽ ചിരിച്ചു. ഓരോ വലിയ കഥയും ചെറിയൊരു തുടക്കത്തിൽ നിന്നാണ്. അവൾ അവനെ നോക്കി. ഞാനും നിന്നെ സ്നേഹിക്കുന്നു, അവൾ പറഞ്ഞു. മഴ കൂടുതൽ ശക്തമായി. അവരൊരുമിച്ച് നിന്നു, കൂടെയില്ലാതെ. കാരണം ഇപ്പോൾ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ കടന്നു. അവരുടെ പ്രണയം വളർന്നു. ഒരു ദിവസം നന്ദിത പറഞ്ഞു. നമ്മൾ ആദ്യമായി കണ്ട ദിവസം ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കും? ആദിൽ ചിരിച്ചു. അന്ന് നീയില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ജോബ് നേടുമായിരുന്നില്ല. ഇന്ന് നീയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ സന്തോഷകരമായിരിക്കുമായിരുന്നില്ല, അവൻ പറഞ്ഞു. മഴ വീണ്ടും പെയ്തു. അവർ കൈകൾ പിടിച്ചു. ജീവിതം മുഴുവൻ ഒരുമിച്ചു നടക്കാൻ. ഒരു ചെറിയ മഴത്തുള്ളി ഒരു വലിയ പ്രണയകഥയായി മാറി. പുതിയ നഗരത്തിൽ പുതിയ ജോലി. അവൻ പ്ലാറ്റ്ഫോമിൽ നിന്നു. ബാഗ് ശരിയാക്കി. ട്രെയിൻ കാത്തുനിന്നു. ട്രെയിൻ എത്തിയപ്പോൾ തിരക്ക് കൂടിയിരുന്നു. അവനൊരു കോച്ചിൽ കയറി ഒരു സീറ്റ് കണ്ടെത്തിയിരുന്നു. അവന്റെ മുന്നിലെ സീറ്റിൽ ഒരു പെൺകുട്ടി ഇരിക്കുകയായിരുന്നു. കയ്യിലൊരു പുസ്തകം, കണ്ണുകളിൽ ശാന്തത. അവൾ അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. ഇവിടെ ആരെങ്കിലും ഇരിക്കുമോ? അവൾ ചോദിച്ചു. ഇല്ല, ഇരിക്കാം, അവൻ പറഞ്ഞു. ട്രെയിൻ നീങ്ങിത്തുടങ്ങി. മിനിറ്റുകൾ കടന്നു. നിശബ്ദത മാത്രം. പിന്നെ അവൾ പുസ്തകമടച്ചു. നിനക്ക് യാത്രകൾ ഇഷ്ടമാണോ? അവൾ ചോദിച്ചു. ഇഷ്ടമാണ്, പക്ഷെ കൂടുതലായി ഒറ്റയ്ക്ക്, അവൻ പറഞ്ഞു. ഒറ്റയ്ക്ക് യാത്രകൾ ചിലപ്പോൾ ഏറ്റവും ശാന്തമായിരിക്കും, അവൾ പറഞ്ഞു. അവന്റെ മനസ്സിലൊരു കൗതുകം. നിന്റെ പേര്? അവൻ ചോദിച്ചു. അനന്യ, അവൾ പറഞ്ഞു. ഞാൻ ആരഫ്. അവിടെ നിന്നാണ് അവരുടെ സംഭാഷണം ആരംഭിച്ചത്. ട്രെയിൻ യാത്രയുടെ ഓരോ സ്റ്റേഷനും കടന്നുപോകുമ്പോൾ അവരുടെ സംഭാഷണവും വളർന്നു. അനന്യ പറഞ്ഞു. ഞാനൊരു ടീച്ചറാണ്. ആരവ് പറഞ്ഞു. ഞാൻ IT ജോലിക്കാണ് പോകുന്നത്. നീ എല്ലായ്പ്പോഴും ഇങ്ങനെ സീരിയസ് ആണോ? അവൾ ചിരിച്ചു ചോദിച്ചു. ഇല്ല, നീ സംസാരിച്ചപ്പോൾ മാത്രം, അവൻ മറുപടി നൽകി. അവൾ ചിരിച്ചു. സമയം വേഗത്തിൽ കടന്നുപോയി. അവർക്ക് തോന്നി ഈ യാത്ര അവസാനിക്കരുതെന്ന്. ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിൽക്കുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. മഴ എനിക്കിഷ്ടമാണ്, അനന്യ പറഞ്ഞു. എനിക്കും. പക്ഷെ ഇന്നിതൽപ്പം നൊസ്റ്റാൾജിക്കാണ്, ആരവ് പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് തോന്നുന്നു, അവൻ പറഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു ചെറിയ ചിരിയുണ്ടായിരുന്നു. അവസാന സ്റ്റേഷൻ അടുത്തു. ട്രെയിൻ മന്ദഗതിയിലായി. ആരവിന്റെ ഹൃദയം അല്പം ഭാരം തോന്നി. ഇനി നമ്മൾ കാണുമോ? അവൻ ചോദിച്ചു. അനന്യ കുറച്ചു നിമിഷം നിശബ്ദമായി. ജീവിതം ആഗ്രഹിക്കുന്നവരെ വീണ്ടും കണ്ടുമുട്ടിക്കും,
അവൾ പറഞ്ഞു. ട്രെയിൻ നിർത്തി. അവരിറങ്ങി. ജനക്കൂട്ടത്തിൽ അവർ തമ്മിൽ വേർപെടുകയായിരുന്നു. പക്ഷെ അപ്പോൾ ആരവ് ഒരു ചെറിയ കടലാസ് അവൾക്ക് നൽകി. ഇതെന്താണ്? അവൾ ചോദിച്ചു. എന്റെ നമ്പർ. നീ പറഞ്ഞപോലെ ജീവിതം വീണ്ടും കണ്ടുമുട്ടിക്കും. പക്ഷെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്, അവൻ പറഞ്ഞു. അവളത് കൈയിലെടുത്തു. ഒരു ചെറിയ പുഞ്ചിരി അവളുടെ മുഖത്ത്. ഞാനും കാത്തിരിക്കും, അവൾ പറഞ്ഞു. അവൾ നടന്നുപോയി. ആരവ് തിരിഞ്ഞു നോക്കി. അവൾ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ അവളുടെ ചിരി അവന്റെ മനസ്സിൽ നിന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം ആരവിന്റെ ഫോണിൽ ഒരു അൺനോൺ കോൾ വന്നു. ഹലോ? ട്രെയിൻ യാത്ര മറന്നോ? മറുവശത്ത് അവളുടെ ശബ്ദം. അവൻ ചിരിച്ചു. ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അവിടെ നിന്നാണ് അവരുടെ കഥ വീണ്ടും തുടങ്ങിയത്.